Hello, everyone. Good evening. I'm Steve from UCAN English Tutoring, and today I'm very happy to introduce Mary Sherin, who recently passed her OET examination with B grade across the board. So she is now able to apply for nursing registration to any country. നിങ്ങൾ എന്നെ വിശ്വസിച്ച് അതുകൊണ്ട് ഞാൻ ഐ തിങ്ക് ഐ ഹാവ് ഡൺ ജസ്റ്റിസ് ടു യുവർ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് അല്ലേ മേരി? യെസ് ഡെഫിനറ്റ്ലി സർ. സർ പരമാവധി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. That's why I got in every module I got B score. So I'm so happy with that. ഒരുപാട് നന്ദിയുണ്ട് മേരി. ആൻഡ് സി tonight I'm going to sleep really very well because you made my day and I've been so happy that ഇത് എത്രാമത് അറ്റംപ്റ്റ് ആണ് മേരി? ഇത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് OET. ഓക്കെ. ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയായിരുന്നു. പക്ഷെ എനിക്കതിൽ ലിസണിങ് എനിക്ക് വളരെ 280 C സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, 280 മാത്രമേ കിട്ടുന്ന അല്ലേ? യെസ്. പക്ഷെ ഇപ്പോൾ 360 കിട്ടി. വാവ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ജംപ് ഓഫ് 80 മാർക്സ് അല്ലേ? യെസ് സർ. എങ്ങനെ ഈ 80 മാർക്സ് കിട്ടിയിട്ടുണ്ട് മേരി? ആൻഡ് വാട്ട് ഡിഡ് യു ഡു? ഫസ്റ്റ്ലി ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ലിസണിങ് മാത്രം സ്കോർ വളരെ കുറവ് വന്നപ്പോൾ ഭയങ്കര ഡെസ്പായിരുന്നു. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സാറിന്റെ അതുപോലെ ഒരു ടെസ്റ്റിമണി പറയണത് ഞാൻ കേട്ടു. അങ്ങനെ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഓൺ ദി സ്പോട്ട് സാറ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഒരു അസസ്മെന്റ് പോലെ സാറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഒരു ഇവാലുവേഷൻ നടത്തി. എന്നിട്ട് സാറിനെ കുറെ അതിന്റെ കുറെ എന്റെ എന്താ ഡ്രോബാക്സ് എന്നുള്ളത് സാർ എന്നെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീടുള്ള സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് ഏതൊക്കെ സൈഡിലാണ് എനിക്ക് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എനിക്ക് ഫോൾട്ട് വന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്റെ മിസ്റ്റേക്സ് എവിടെയാണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത്. വാവ്, ദാറ്റ്സ് എ റിയലി ഗുഡ് അച്ചീവ്മെന്റ്. അടിപൊളിയാണ്. ഓക്കെ, സോ ഈ ലിസണിങ്ങിലും റീഡിങ്ങിലും ഒരുപാട് സ്റ്റുഡൻസ് സ്ട്രഗിൾ ആകുന്നു. ഒരുപാട് സ്റ്റുഡൻസിന് അറിയില്ല അവിടെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടെന്ന്. സോ പല സ്റ്റുഡൻസ് എന്നോട് എൻക്വയറി ചെയ്യുമ്പോൾ പറയുന്നത്, സാറേ ഈ ലിസണിങ്ങും റീഡിങ്ങും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം, സ്ട്രാറ്റജീസ് ഒക്കെ ഒന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലിസണിങ്ങിൽ കുറച്ചൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട് എന്ന്. സോ എന്ത് സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച് അത് എങ്ങനെ ബെനിഫിഷ്യൽ ആയിരുന്നു? ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് പഠിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് അവര് ഈ സെയിം ഇതാണ് പറഞ്ഞത്. അതായത് ലിസണിങ് റീഡിങ് അവരിങ്ങനെ റിവൈസ് ചെയ്യും, പക്ഷെ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. കാരണം ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് എവിടെ ശ്രദ്ധിക്കണം, അതായത് പ്രത്യേകിച്ച് ലിസണിങ് ഒക്കെ പാർട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സ്കോർ അതിൽ 24 മാർക്സ് അതിലുള്ളതാണ്. അപ്പോ ഞാൻ വളരെ ബാക്ക് ആയിരുന്നു ഈ പാർട്ട് എയില്. അപ്പോ സാറ് ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നന്നായി. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നിരുന്നു. അത് ഞാൻ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതുപോലെ ലിറിക്സ്, ഇംഗ്ലീഷ് സോങ്സിന്റെ ലിറിക്സ് കേട്ട് നമ്മളത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തതിനെ പോലെയും അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ സ്ലോലി എന്റെ കോൺസെൻട്രേഷൻ പവർ കൂടുതലായി. അതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ യൂഷ്വലി എല്ലാവർക്കും കുറേശ്ശൊക്കെ അറിയാം. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് ആക്സെന്റിന്റെ വ്യത്യാസമൊക്കെ ഉള്ളത് കാരണം നമുക്ക് ലിസണിങ് ചിലപ്പോൾ അവരുടെ ഒപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു കോൺസെൻട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഫസ്റ്റ് മുതൽ നമ്മുടെ ടൈം കറക്റ്റായി മാനേജ് ചെയ്താൽ, അതായത് അവര് ഈ 90 സെക്കൻഡ്സ് എന്നൊക്കെ പറയണത് നമുക്ക് ഫുൾ 90 സെക്കൻഡ്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് ഒരുവിധം ആർക്കും അറിയില്ല. കാരണം അവർ 90 സെക്കൻഡ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെ വീണ്ടും റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത്രയും ടൈം കിട്ടില്ല. അപ്പൊ സാറിന്റെ സ്ട്രാറ്റജി വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 6 ടൈംസ് 5 ടൈംസ് ഒക്കെ നമുക്ക് ഒരു സെയിം ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ആയി റീഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അത് വളരെ ഒരു ബെനിഫിഷ്യൽ ആയി തോന്നി എനിക്ക്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയി റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഓപ്ഷൻസും ആ ക്വസ്റ്റിനെ കുറിച്ച് നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട്
നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് പാർട്ട് ബിയും സിയിലൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത സമയത്ത് പോലും, അതായത് നമുക്ക് ഓപ്ഷൻസിൽ കറക്റ്റ് ആണെന്നും തോന്നാത്ത സമയത്ത് പോലും സാറ് പറഞ്ഞ കുറെ സ്ട്രാറ്റജി വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിൽ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത് വളരെയധികം എന്റെ സ്കോറിന് അധികം ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്റെ സ്കോറിനെ. Perfect. And you have scored 350 in reading, alle. So what did you do this time, and what was your score in your previous exam? Previously, I had 400 or something in the first attempt, and what happened is in the second time I didn't do the reading module. That's why the reason I got 350. But anyhow, I got B score. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 400 കിട്ടിയായിരുന്നു. പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ലേസി ആയിട്ട് റീഡിങ് ഞാൻ ഒഴിവാക്കി. അതുകൊണ്ട് എനിക്ക് ആ 350ലേക്ക് വന്നു. പക്ഷെ റീഡിങ് ആയാലും സെയിം പോലെ നമുക്ക് കറക്റ്റ് സ്പീഡും ടൈമാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ വളരെ സ്ലോ, നമുക്ക് ഒരു മൊഡ്യൂൾ എടുത്ത് നമ്മൾ ഇഷ്ടമാതിരി സമയം എടുത്ത് നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്താലാണ് റീഡിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാർട്ട് ബിയും സി ആവുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, അതിലെ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ക്ലിയർ ഒരു ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് റീഡിങ്ങില് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഫസ്റ്റ് റീഡിങ് ചെയ്ത ക്വസ്റ്റ്യൻസിനേക്കാൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ടൈം എനിക്ക് റീഡിംഗ് മൊഡ്യൂൾ വന്നത്. വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം റീഡിങ് ചെയ്ത് എനിക്ക് 400 സ്കോർ കിട്ടിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം റീഡിങ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പാറ്റേൺ മാറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വളരെയധികം പാരഫ്രൈസ്ഡ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന ആൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് ഒരു വേർഡ് വെച്ചിട്ടൊന്നും നമുക്കൊരു ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് വളരെയധികം പ്രാക്ടീസ് ചെയ്ത് പ്രത്യേകിച്ച് റീഡിങ്ങിലും ലിസണിങ്ങിനും നമ്മൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് സാറിന്റെ കോൺട്രിബ്യൂഷൻ അല്ലാതെ ഇപ്പൊ ലിസണിങ്ങിലത്തെ നമ്മുടെ ടിപ്സ് ആണെങ്കിൽ നമുക്ക് സെയിം തിങ് നമുക്ക് റീഡിങ്ങിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. കാരണം നമുക്ക് ഓപ്ഷൻസ് ആണ് വരുന്നത്, അതുകൊണ്ട് സെയിം എലിമിനേഷൻ മെത്തേഡ്സ് ആണ് വരിക. അപ്പോ നമുക്ക് ഉത്തരം കിട്ടാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് റീഡിങ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ മോഡൽ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. റീഡിങ്ങിന്റെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട്. ഒരുപാട് നന്ദിയുണ്ട് മേരി ഷെറിൻ for sharing that update. In speaking, you have got 420, which is an amazing score. Everyone would like to have, such kind of score, let's say beyond 400. എങ്ങനെ ഇത്ര ഒരുപാട് നല്ല സ്കോർ കിട്ടി? എന്താണ് നിങ്ങളുടെ ടിപ്സ്? യെസ്, ആദ്യം തന്നെ ഞാൻ വളരെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്പീക്കിംഗ്. കാരണം ഒരാളെ നേരെ കണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് ഫംബ്ലിങ്ങും ഒക്കെ എനിക്ക് വളരെ കോമൺ ആണ്. അത് എന്റെ നേറ്റീവ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ സ്പീക്കിങ്ങിന്റെ ക്രൈറ്റീരിയാസ്, അതായത് മാർക്ക് ചെയ്യണ നമ്മുടെ മാർക്ക് സ്കോറിങ് ചെയ്യണതിന്റെ ക്രൈറ്റീരിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം പല ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോ ആ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ കറക്റ്റായി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. വെറുതെ ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുക, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഒരു എയിം. പ്രത്യേകിച്ച് എനിക്കൊരു വളരെ ഡിഫറൻസ് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റണമെങ്കിൽ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആൾക്കാർ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറയും, അവർ സ്ട്രക്ചർ തരും, ഞങ്ങൾ ഇന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, വി വിൽ ബി ഡിസ്കസിങ് ദിസ് ആൻഡ് ദാറ്റ്, അങ്ങനെ ഒരു നമ്പർ ഓഫ് തിങ്സിനെ കുറിച്ച് അവർ പറയും. അതിനുശേഷം നമ്മൾ അത് ഓരോരോ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ഡിഫറൻസ് തോന്നി. കാരണം നമുക്ക് ഇനഫ് ടൈം കിട്ടും, നമ്മൾ കുറച്ച് സ്പീഡിൽ വായിക്കണം. ക്യൂ കാർഡ് വായിച്ചു കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് അത് മനസ്സിലാക്കുക. പിന്നെ നമ്മളൊരു കറക്റ്റ് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആവണം. അതുപോലെ തന്നെ
നമ്മള് പേടിയൊന്നും കൂടാതെ, അത് പേടി വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടിയും കോൺവെർസേഷൻ കുറച്ച് പാളിപ്പോവുക, നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പോ നമ്മൾ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഇനി തെറ്റിപ്പോയാലും സാരമില്ല, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫ്ലോയിലേക്ക് വരുത്താം. പിന്നെ പേടിക്കേണ്ട കാര്യം, ഇൻ കേസ് എന്തെങ്കിലും മറന്നാൽ തന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് ഒരു കറക്റ്റ് സ്ട്രക്ചർ കൊടുത്ത് ഓരോ പോയിന്റിന് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ, നമുക്ക് ഓൾറെഡി ഓരോ വേർഡ് ഫസ്റ്റ് ലെറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെന്താ ചോദിക്കേണ്ട വരിക എന്നുള്ളത്. സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഇതായിരുന്നു, പക്ഷെ സെക്കൻഡ് ടൈം എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി. കാരണം ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ കൺഫേം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കേണ്ടത്, അതോ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണോ, അതോ ഇൻഫർമേഷൻ ഗീവിംഗ് ആണോ, എന്താണ് ആ ഒരു പോയിന്റിന്റെ, ബുള്ളറ്റ് പോയിന്റിന്റെ മീനിങ് എന്നും പർപ്പസ് എന്നും നമുക്ക് മനസ്സിലാവും. അതങ്ങനെ ആവുമ്പോ പിന്നെ നമ്മൾ ടൈം വളരെ ഇമ്പോർട്ടന്റ്, എല്ലാ ടാസ്കിലും ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ടൈം ലാഗ് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ടോക്ക് ലാഗ് ചെയ്യോ ചെയ്ത് നമുക്ക് നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിത്തിൻ ടൈം നമ്മൾ ഓരോ അതിനെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യണം. സ്പീക്കിംഗ് എന്തായാലും ഡെയിലി നമ്മൾ മിസ് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യണം. സ്പീക്കിംഗ് മാത്രമല്ല, ലിസണിങ് ആയാലും റീഡിങ് ആയാലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു ദിവസം വേണ്ട പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ശരിയാവില്ല. പക്ഷെ ഡെയിലി ഈ 4 മൊഡ്യൂൾസ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ കാര്യത്തില്. പ്രത്യേകിച്ച് സ്പീക്കിങ്ങിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു കാർഡെങ്കിലും ഒരു ദിവസം ചെയ്യാം. പിന്നെ അതുപോലെ ഒരു 4-5 സെറ്റിങ്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ഒരു സെറ്റിങ്സിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു കാർഡ് കിട്ടി, എന്തൊക്കെ, നമുക്ക് ഒരു കാർഡ് കാണുമ്പോൾ തന്നെ ഇത് ഏത് ടൈപ്പ് കാർഡാണ്, പിന്നെ എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ഓരോ ബുള്ളറ്റ് പോയിന്റ് ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് വേർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്നതാണ് ചോദിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് ഇതിന്റെ പർപ്പസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമ്മൾ സ്പീക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോർ കിട്ടും. കാരണം ഒരുവിധ ആൾക്കാരും ചില വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല സ്പീക്കിംഗ് ചെയ്യുമ്പോൾ, കാരണം നമ്മളത് മറന്നു പോകും ഓട്ടോമാറ്റിക്കലി. പക്ഷെ ചില കണക്റ്റീവ്സും ചില ഇപ്പൊ ഫസ്റ്റ്ലി സെക്കൻഡ്ലി അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കണ പോലെ ഫസ്റ്റ് ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദിസ് അല്ലെങ്കിൽ ഐ വിൽ ബി ഡിസ്ക്രൈബിങ് ദിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്പീക്കിംഗ് നല്ല സ്കോർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വെൽ ഡൺ. നല്ല ഒരു അഡ്വൈസ് ആണ് നിങ്ങളും നൽകിയത്. ഈ സ്പീക്കിംഗിൽ നമുക്ക് ഒരുപാട് നന്നായിട്ട് ഓർഗനൈസേഷൻ ചെയ്യണം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി ഷുഡ് മാനേജ് ദ ടൈം ആസ് വെൽ. അത് നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്ത്. പിന്നെ ഈ 390 സ്കോർ ഉണ്ടല്ലോ റൈറ്റിംഗ്, ദാറ്റ് ഈസ് ഓൾസോ എ ഡ്രീം സ്കോർ ഫോർ മെനി പീപ്പിൾ. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികൾ ട്രൈ ചെയ്യുന്നത് UK ആണ്, ആൻഡ് ദേ നീഡ് ഓൺലി 300 അല്ലേ ഇൻ റൈറ്റിംഗ്. പക്ഷെ നിങ്ങൾ ഒരു നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്, ഈ 390. ഇത് എങ്ങനെ കിട്ടിയിട്ടുണ്ട്, എന്ത് നിങ്ങൾ ചെയ്ത് ഈ റൈറ്റിംഗില്? യെസ്, റൈറ്റിംഗ് യൂഷ്വലി എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു മൊഡ്യൂളാണ്. പക്ഷെ എനിക്ക് റൈറ്റിംഗിന്റെ ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് അത് എഴുതാൻ. റൈറ്റിംഗ് ആണ് ശരിക്കും എല്ലാ മൊഡ്യൂൾസിനേക്കാളും ഈസി റൈറ്റിംഗ് ആണ്. കാരണം നമുക്ക് ഓൾറെഡി അതിൽ സ്റ്റാർട്ടിങ് എന്ത് എഴുതണം, പിന്നെ ആരെയായിട്ട് സംസാരിക്കേണ്ട, ആ സമയത്ത് ആരെയായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട, നമ്മുടെ സ്വന്തം ക്രിയേഷൻ ആണ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ അതിലെ ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ ഏത് എഴുതണം എന്നുള്ളത് ചൂസ് ചെയ്യണതിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നു. അതുപോലെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും ഓൾറെഡി സെറ്റ് ആണ്. പക്ഷെ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വളരെ പക്കയായിട്ട് എഴുതണം എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് സ്റ്റാർട്ടിങ് എഴുതും ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു, അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവരും എഴുതണം. അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് റിഗാർഡിംഗ് ദിസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സെയിം വേയിലാണ് എല്ലാവരും എഴുതുക. അപ്പോ ഈ നോക്കുന്ന ഇവാലുവേറ്ററിനെ അഫ്കോഴ്സ് എന്താ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇത്ര അധികം പേപ്പേഴ്സ് അവർ ഒരു ദിവസം നോക്കുമ്പോൾ. അപ്പോ നമ്മളുടെ റൈറ്റിംഗ് വായിക്കുമ്പോൾ അവർക്ക് അതൊരു ഡിഫറെന്റ് ആണ്, ഈ കുട്ടിക്ക് സംതിങ് സ്പെഷ്യൽ ഈ ആൾക്കറിയാം എന്നുള്ളത് ആ റൈറ്ററിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കോർ വരും. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഡെഫിനറ്റ്ലി ഒരു മിസ്റ്റേക്ക് ക്ലിയർ ആയിരിക്കണം, ഫ്ലോലെസ് ആയിരിക്കണം. കാരണം പിന്നെ ഇൻട്രൊഡക്ഷൻ വളരെ യുണീക്ക് ആയിരിക്കണം.
എല്ലാവരും സെയിം, അതായത് വളരെ യൂഷ്വലായി എഴുതുന്ന ഐ എം റൈറ്റിംഗ് ടു, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഫ്രേസസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ച് അപ്ഡേറ്റഡ് ആയ കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പക്കയാക്കി എഴുതുക. പ്രത്യേകിച്ച് അതിന്റെ പർപ്പസും അതിന്റെ എന്തിനു വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്, അതിന്റെ കുറച്ച് പോയിന്റ്സ്, അത് ആർക്ക് എഴുതണോ, എന്തിനു വേണ്ടി, അങ്ങനെയുള്ള കറക്റ്റ് പോയിന്റ്സ് നമ്മൾ ടച്ച് ചെയ്ത് അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായി നമ്മൾ ഒരിക്കലും അത് മിസ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സാവും. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പക്കയായിട്ട് എഴുതുക. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പക്കയായിരിക്കണം. അത് നമുക്ക് കുറച്ച് യുണീക്ക് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമുക്ക് അതിന്റെ ഒരു കണ്ടന്റ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവാലുവേറ്ററിന് ഒരു ഇംപ്രഷൻ വരും. പിന്നെ സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ ക്രൗഡഡ് ആക്കി എഴുതാതെ നമ്മൾ വളരെ ഒരു സെലക്റ്റീവ് ആയിട്ട് അതിലത്തെ ഇൻഫർമേഷൻസ് എടുക്കുക. അൺനെസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും എഴുതി നമ്മുടെ വേർഡ് കൗണ്ട് കളയരുത്. കാരണം ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ വെർബോസിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഓവർ ക്രൗഡിങ് ഒന്നും ചെയ്ത് നമ്മൾ ഒരു 1 വേർഡ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സംഭവം നമ്മൾ ഒരു 3 വേർഡ് യൂസ് ചെയ്ത് എഴുതിയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇംപ്രഷൻ താഴെ പോകും. അപ്പോ നമുക്ക് അതായത് സിനോണിംസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എപ്പോഴും വലിച്ചു നീട്ടി എഴുതാതെ വളരെ ഷോർട്ടാക്കി എഴുതാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ എല്ലാ റൈറ്റിംഗ് ടാസ്കിലും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പണ്ടാന്ന് വെച്ചാൽ വളരെ ചെറിയ ഇതായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ലാസ്റ്റ് എഴുതിയാൽ ഒരുപാട് ഇൻഫർമേഷൻസ് 2 പേജ് നിറച്ച് അവർ ഇൻഫർമേഷൻസ് തന്നിരിക്കുക. അപ്പൊ ഒരുപാട് ഡേറ്റ്സ് കിട്ടുക. അപ്പൊ ചില ആൾക്കാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് മുതൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകും. പക്ഷെ നമ്മുടെ എല്ലാവരും അങ്ങനെ എഴുതും. അപ്പൊ നമ്മുടെ ഒരു യുണീക്നെസ് ഉണ്ടാവില്ല നമ്മുടെ ലെറ്റർ. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് അതെങ്ങനെ നമുക്കത് കൺസൈസ് ചെയ്ത് ഷോർട്ടാക്കി വളരെ ഭംഗിയാക്കി വളരെ കുറച്ച് വേർഡ്സിൽ നമുക്കത് അങ്ങനെ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അല്ലാതെ അവർ തന്ന സെയിം സെന്റൻസ് നമ്മൾ വീണ്ടും കോപ്പി ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ബോറിംഗ് ആയിരിക്കും. അത് പോരാത്തതിന് നമ്മുടെ വേർഡ് കൗണ്ട് കൂടി പോകും. പിന്നെ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഓൾറെഡി നമുക്ക് ആ ഗ്രാമറിനെ കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. എന്താണ് ഏത് ടെൻസ് ആണെന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമുക്ക് ഡൗട്ട് വരില്ല എഴുതുന്ന സമയത്ത് ഇത് ഹാസ് ഹാഡ് എഴുതണോ അതോ ഹാവ് ബീൻ എഴുതണോ എന്നൊന്നും ഡൗട്ട് വരില്ല. അതോ ഇതിൽ പേഷ്യന്റ് ആണോ പാസീവ് എഴുതണോ അതോ ആക്റ്റീവ് എഴുതണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വരില്ല റൈറ്റിംഗ് വരുമ്പോൾ. അത് നമ്മുടെ ഗ്രാമർ ബേസ് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് ഇതിനാവശ്യമുള്ള ഗ്രാമർ മാത്രം, എല്ലാ ഗ്രാമറും അറിയണമെന്നല്ല. നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് നമുക്ക് ഈസി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് വളരെ കുറച്ച് ഗ്രാമർ ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ ആ ഗ്രാമർ പ്രത്യേകിച്ച് ടെൻസസ് ഒക്കെയാണ് ആവശ്യം വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബേസ് നമ്മുടെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ പങ്ക്ച്വേഷൻസ് ഇടുന്നതൊക്കെ. പിന്നെ നമ്മൾ ചില വേർഡ്സ് ഫ്രീക്വന്റ് അല്ലെങ്കിൽ അങ്ങനെ നോട്ടബിളി അല്ലെങ്കിൽ റിമാർക്കബിളി അങ്ങനെ ചില വേർഡ്സ് എഴുതി നമ്മൾ വളരെ ഭംഗി ഒരു സ്റ്റോറി പറയണ പോലെ നമുക്കത് വളരെ ഫ്ലോയില് നമുക്കത് എഴുതി പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി റൈറ്റിംഗ് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെ നമ്മൾ ചില ആൾക്കാർ കാണുന്ന പോലെ ആദ്യം കുറെ എഴുതി, പിന്നെ അയ്യോ അത് മറന്നു എന്ന് വെച്ച് പിന്നെ അടുത്ത പാരഗ്രാഫിൽ വേറെ എഴുതി, പിന്നെ ചിലർ മിക്സപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റീഡറിന് അത് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. റീഡറിന് കറക്റ്റ് മീനിങ് കിട്ടില്ല. നമുക്ക് റീഡറിന് ആ കണ്ടന്റ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവണ പോലെയാവും. അതുകൊണ്ട് ഒരു ഫ്ലോയില് വളരെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ പോലെ നമ്മൾ റൈറ്റിംഗ് എഴുതാന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഒക്കെ നമുക്ക് വളരെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ് എനിക്ക് തോന്നുന്നത്. വെൽ ഡൺ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഒരുപാട് നല്ല അഡ്വൈസ് ആണ് നിങ്ങൾ നൽകിയത്. ഈ സ്പീക്കിംഗിൽ എത്ര സ്പീക്കിംഗ് കറക്ഷൻസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങളിന്? പിന്നെ ഈ റൈറ്റിംഗിൽ എത്ര ലെറ്റേഴ്സ് ആണ് നിങ്ങൾ എഴുതിയത്? റൈറ്റിംഗ് ഡെയിലി 1 ലെറ്റർ ആണ് എഴുതുക. അത് എനിക്ക് റൈറ്റിംഗ് നമുക്ക് അതിന്റെ ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വേ മനസ്സിലാവും. അപ്പൊ ഡെയിലി 1 ലെറ്റർ എന്നും നമ്മൾ മിസ് ചെയ്യാണ്ട് അത് എഴുതണം. അത് ഓരോ വെറൈറ്റി ലെറ്റേഴ്സ് എഴുതി എല്ലാ ദിവസവും നമ്മൾ എല്ലാതും നോൺ കേസോ എല്ലാതും അൺനോൺ കേസോ അല്ല, നോൺ കേസ് അൺനോൺ കേസ് അങ്ങനെ പല വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ മാറി മാറി അതിങ്ങനെ മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത് ഓൾറെഡി ഇങ്ങനെ ഫീഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിരിക്കും അത് എക്സാമിന്റെ ടൈമിൽ നമുക്ക് എഴുതാം. കാരണം എക്സാമിന്റെ ടൈമിൽ പല പിള്ളേർക്കും ഞാൻ എക്സാം എഴുതിയ അന്ന് പലർക്കും ടൈം തികഞ്ഞില്ല. പലർക്കും ഇൻ ബിറ്റ്വീൻ
അവിടുത്തെ ഇന്റർലോക്യൂട്ടർ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോ ഈ ടൈമിങ്, റീഡിങ്, ആ ക്വസ്റ്റ്യൻ വായിക്കണേന്റെ ടൈമിങ്ങും അതുപോലെ എഴുതണ സ്പീഡും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. അത് ഡെയിലി നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. A few moments later. ലിസ്ണിങ്ങിന് എനിക്ക് വളരെ ലോ സ്കോർ ആയിരുന്നു, പ്രത്യേകിച്ച് പാർട്ട് എയിൽ. കാരണം അതിൽ നമുക്ക് ഓൾറെഡി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 22 സ്കോർ ചെയ്താലാണ് നമുക്ക് ബാക്കി ബിയും സി എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ പാർട്ട് എ എനിക്ക് വളരെ ലോ സ്കോർ എനിക്ക് കിട്ടിയിരുന്നത്. 10ഉം ചിലപ്പോൾ 10ൽ ബിലോ ഒക്കെ കിട്ടാറുണ്ട്. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ 15 ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാന് നന്നായി പാർട്ട് എയിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പാർട്ട് എ ഡെയിലി ഒരു 4-5 പാർട്ട് എ മാത്രം, കാരണം കംപ്ലീറ്റ് മൊഡ്യൂൾ ചിലപ്പോൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാർട്ട് എ മാത്രമായി ഒരു 4-5 മൊഡ്യൂൾ മാത്രം അതിന്റെ പാർട്ട് എ എടുത്ത് ചെയ്തു. പിന്നെ പാർട്ട് എ ചെയ്ത് നല്ല കോൺഫിഡന്റ് ആയി. അപ്പൊ തന്നെ മാർക്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പാർട്ട് ബി, സി ഡെഫിനറ്റ്ലി അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എല്ലാവർക്കും. അപ്പോ പാർട്ട് എ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. Perfect. Okay. During your practice test, were you able to see improvement in your scores after applying my strategies? യെസ്, ഡെഫിനറ്റ്ലി സർ. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പാർട്ട് എ ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം മൈന്യൂട്ട് മിസ്റ്റേക്സ്, ചിലപ്പോൾ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു എ അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന എന്റെ പാർട്ട് എയിൽ സ്കോർ വളരെ കുറയാറുണ്ട്. കാരണം ചില ലാസ്റ്റ് എസ് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് സിംഗുലർ പ്ലൂറൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ സ്പെല്ലിങ്സിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ റീഡിങ്, അതായത് ടൈം നമ്മൾ കളയാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ വിത്ത് അതുപോലെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ, അതുപോലെ അൺനെസറി ആയിട്ടുള്ള വേർഡ്സ് ഒന്നും മാർക്ക് ചെയ്ത് വെക്കാതെ ആവശ്യമുള്ള വേർഡ്സ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതില് ഫോക്കസ് ചെയ്യാൻ പറ്റും, പാർട്ട് എ എസ്പെഷ്യലി. പിന്നെ നമുക്ക് കറക്റ്റ് കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയണത് കറക്റ്റ് ആയിട്ട് കേൾക്കാം. പിന്നെ അതുപോലെ കണ്ണടച്ച്, സാർ ഒരു പറഞ്ഞായിരുന്നു കണ്ണടച്ചിട്ട് നമ്മൾ ഓഡിയോ കേൾക്കാൻ പറഞ്ഞായിരുന്നു. ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഞാന് ഫുൾ ടൈം ഒരുവിധം സമയമൊക്കെ കണ്ണടച്ച് എന്റെ എക്സാമിന് മുഴുവൻ ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോ അവിടുത്തെ എക്സാമിനറൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഈ കുട്ടി എഴുതിയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കണ്ണടച്ച് കാരണം നമ്മൾ ഓൾറെഡി ഡിസ്ട്രാക്റ്റഡ് ആവും, പല കാര്യങ്ങളും മൈൻഡിലുള്ള കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അത് വളരെ നോർമലാണ്. പക്ഷെ നമ്മൾ കുറച്ച് പലർക്കും വർക്ക് ചെയ്യില്ല. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ആൻസറിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കണ്ണടച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓഡിയോ മാത്രമേ കേൾക്കണ്ടു. അപ്പൊ നമ്മുടെ 2 സെൻസ് വർക്ക് ചെയ്താൽ മതി, ഒന്ന് റൈറ്റിങ്ങും ഒന്ന് ഹിയറിങ്ങും. പിന്നെ നമുക്ക് 2 മിനിറ്റ്സ് ഓൾറെഡി കിട്ടും. അപ്പൊ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ സമയത്ത് ഇഷ്ടമാതിരി സമയമുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോ മറ്റേത് നമ്മൾ വായിക്കും ചെയ്യും, കണ്ണും വിഷനും റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും 4ഉം കൂടി വരുന്ന മൊഡ്യൂളാണ് ലിസണിങ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ലിസണിങ്ങിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതി ഷോർട്ടാക്കി എഴുതാൻ, ഇപ്പോ 2-3 വേർഡ്സിലാണെങ്കിൽ ഷോർട്ടാക്കി എഴുതി നമുക്ക് പിന്നീട് ആയാലും അത് ഫുള്ളാക്കി എഴുതാനുള്ള ടൈം കിട്ടും. അതുകൊണ്ട് അങ്ങനെ കണ്ണടച്ചിരുന്ന് എഴുതിയെന്ന് വെച്ച് നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കത് നന്നായി വർക്ക്ഔട്ടായി ആ ഒരു പ്ലാൻ. പ്രത്യേകിച്ച് പാർട്ട് ബിയിലായാലും പാർട്ട് എയിൽ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ആ മെത്തേഡ്. അത് ഞാൻ സാർ പറഞ്ഞതുപോലെ ഞാൻ ഫോളോ ചെയ്തു. അതെനിക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അത് പലർക്കും എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് വളരെ ലോ സ്കോർ പാർട്ട് എയിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ ഇതുവരെ. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായി വർക്കായി. എനിക്ക് അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ് എടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അൺനെസറി ആയിട്ടുള്ള വേർഡ്സ് മാർക്ക് ചെയ്യാതിരിക്കുക, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, പരമാവധി സ്പീഡിൽ വായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എസ്പെഷ്യലി പാർട്ട് എ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് എ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി പാർട്ട് ബിയും സിയും അങ്ങനെ നമുക്ക് ഒരു കോൺഫിഡൻസ് വെച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സാറിന്റെ ഒരുപാട് സ്ട്രാറ്റജീസ് എനിക്ക് വർക്ക്ഔട്ട് ആയി. അതാണ് എനിക്ക് നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നിയത്.
Well done. You have got like 315 reading അല്ലേ? എത്ര റീഡിംഗ് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്ത് എവറി ഡേ? ഓരോ ദിവസവും എത്ര റീഡിംഗ് പ്രാക്ടീസ് ചെയ്തു ആൻഡ് എത്ര സ്കോർ കിട്ടി നിങ്ങളുടെ പ്രാക്ടീസ് ടെസ്റ്റില്? ടു ബി ഓണസ്റ്റ് ഞാൻ റീഡിങ് ഫസ്റ്റ് എക്സാമിന് കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്തായിരുന്നു. ഓരോ പാർട്ട് സെപ്പറേറ്റ് പാർട്ട് എ, പാർട്ട് ബി, സി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യായിരുന്നു. കാരണം ഫുൾ ഒരുമിച്ച് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിൽ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ സ്കോർ ഫസ്റ്റിൽ കിട്ടി. പിന്നെ സെക്കൻഡ് ടൈം ആയപ്പോൾ ഓൾറെഡി കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ സത്യം പറയുകയാണെങ്കിൽ റീഡിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീഡിങ് മൊഡ്യൂൾസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എക്സാമിന്റെ തലേദിവസമാണ് ഞാൻ കുറച്ച് റാൻഡംലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പിക്ക് ചെയ്ത് അതിന്റെ ആൻസേഴ്സും അതിന്റെ ഇതൊക്കെ നോക്കിയത്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സെയിം സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് പാർട്ട് ബി ആൻഡ് സിയില്, പിന്നെ പാർട്ട് എയില് നമുക്ക് നന്നായി സിനോണിംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സ്പീഡ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഞാന് റീഡിങ് കുറച്ച് ഞാൻ ലേസി ആയിരുന്നു ഇപ്രാവശ്യം. അതുകൊണ്ട് 350 നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബെറ്റർ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റീഡിങ് സ്ഥിരമായി ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു സ്കോർ നമുക്ക് കിട്ടും. കാരണം റീഡിങ് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡും നമുക്ക് അതിന്റെ ഒരു പോയിന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും റീഡിങ്ങില്. അപ്പോ റീഡിങ് എനിക്ക് അങ്ങനെ ഒരു ഫോൾട്ട് പറ്റിയ പ്രാവശ്യം. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ സ്കോർ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പൊ. കാരണം നമുക്ക് ഡെയിലി ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ ലിസണിങ് എനിക്ക് വളരെ ഡൗൺ ആയ കാരണം ഞാൻ ലിസണിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു ഇപ്രാവശ്യം. അതുകൊണ്ട് എനിക്ക് ലിസണിങ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ റീഡിങ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അത് വിട്ടു പ്രാവശ്യം. അതുകൊണ്ട് 350 ആയിട്ട് കിട്ടിയാലും ഹൈപാർട്സ് ഗ്രേസ് അത് കിട്ടി. അങ്ങനെ അതെ. സോ ഇത് 350 കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആൻഡ് you have done a good job. Because ഇതിന് താഴെ കിട്ടിയിരുന്നെങ്കിൽ we can't club the previous sitting അല്ലേ? Because previous sittingല് listeningല് 280 മാത്രമേ ആയിരുന്നു. So you have done a good job and I'm so happy. I wish you all the very best, for your nursing registration to UK or any other countries. And I'm pretty sure, Mary, you deserve a better career as well as life in the country. And ഈ നിങ്ങളുടെ ഈ upcoming generations ഉണ്ടല്ലോ, ആ ജനറേഷനിൽ നിങ്ങളാണ് ദൈവം. സോ എവ്രി വൺ ഈസ് ഗോയിങ് ടു വർഷിപ്പ് യു ആസ് ദെയർ ഗോഡ്ഡസ്. അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഒരുപാട് കറേജിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ പോയിട്ട് ഇത്രയും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതിനു വേണ്ടി ഇത്രയും ഒരുപാട് എഫേർട്സ് നൽകിയിട്ട് പിന്നെ ഒരു നല്ല ഒരു അടിപൊളിയായിട്ട് സ്കോർ കിട്ടുമെങ്കിൽ it's really a great achievement and I have no words to describe my happiness for you. Thanks for watching.